ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് വീണ്ടും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സിറ്റിംഗ് നടന്ന ദിവസം 1946 ഡിസംബർ 9. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യമായി മീറ്റ് ചെയ്തത് 1946 ഡിസംബർ 9 തീയതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓൺ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത വർഷം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26. 1949 നവംബർ 26. വാട്ട് ഈസ് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം എന്താണ്? ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് റിപ്പബ്ലിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ എ ഡെമോക്രസി ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡിനെ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്ന രീതി കടമെടുത്ത രാജ്യം. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്ന രീതി ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളത് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. ഹൂ വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ അഡ്വൈസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അഡ്വൈസറായി അപ്പോയിൻറ്റ് ചെയ്തത് ആരെയാണ്? BN റാവുവിനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. ആരെയാണ്? BN റാവു. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നും നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നും നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 93 ആണ്. 93 പേരെയാണ് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലോട്ട് നോമിനേറ്റ് ചെയ്തത്. ദ കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് ബോറോഡ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന കൺസെപ്റ്റ് കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഐറിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തത്. എവിടെ നിന്നാണ്? ഐറിഷ് റിപ്പബ്ലിക്. ഹൂ വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പ്രസിഡന്റ് അറിയാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. The type of rights have been described as the first generation of right. ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന റൈറ്റ് ഏതാണ്? ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന റൈറ്റ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 2000 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2000 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്ത വർഷം. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്ത വർഷം 1956. 1956. ദ ഡയറ്റ് ഈസ് ദ പാർലമെൻറ്റ് ഓഫ് ജപ്പാൻ. ജപ്പാൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഡയറ്റ്. ജപ്പാൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഡയറ്റ്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് സെറ്റപ്പ് അണ്ടർ ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ മുഖാന്തരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയത് എന്തിൻ്റെ ഫലമായിട്ടാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ ഫലമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചത്. ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ കമ്മിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജസ്റ്റിസ് വെങ്കിട ചെല്ലയ്യ. ആരാണ്? ജസ്റ്റിസ് വെങ്കിട്ട ചെല്ലയ്യാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ. ദ സർക്കാരിയ കമ്മീഷൻ വാസ് സെറ്റപ്പ് ടു റിവ്യൂ ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെയും സെൻട്രലിലെ റിലേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്? റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് സർക്കാരിയ കമ്മീഷൻ രൂപീകരിച്ചത്. താഴെ പറയുന്ന അംഗങ്ങളിൽ ഒരാൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളാണ്. ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളാണ്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മാധവ റാവു,
KM മുൻഷി. ഇതിൽ ജവഹർലാൽ നെഹ്റു ഒഴിച്ച് ബാക്കി എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അംഗമല്ല. ദ പ്രൊവിഷൻസ് കൺസേണിംഗ് ദ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ പ്രസിഡന്റ് ഡ്യൂറിംഗ് ദ എമർജൻസീസ് വാസ് ബോറോഡ് ഫ്രം. എമർജൻസി സന്ദർഭങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രസിഡന്റിൻ്റെ അധികാരം എവിടെ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്? എമർജൻസി വരുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്തതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. അതായത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫ്രം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബോറോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബോറോ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിനെയാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിനെയാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആമുഖത്തെ അഥവാ പ്രിയാമ്പിളിനെയാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് പ്രിയാമ്പിൾ അഥവാ ആമുഖം? ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓൺ. എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് BN കൃഷ്ണ കമ്മിറ്റിയെ രൂപീകരിച്ചത്? എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ കമ്മിറ്റിയെ രൂപീകരിച്ചത്? ശ്രീകൃഷ്ണ കമ്മിറ്റിയെ രൂപീകരിച്ചത് തെലങ്കാന സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. തെലങ്കാന സ്റ്റേറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പഠനത്തെക്കുറിച്ചാണ് സർക്കാർ ശ്രീകൃഷ്ണ കമ്മീഷൻ പഠനം നടത്തിയത്. ശ്രീകൃഷ്ണൻ കമ്മിറ്റി എന്തിനു വേണ്ടിയുള്ളതാണ്? തെലങ്കാന സ്റ്റേറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്മീഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലെന്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും വലുത്, എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറേഷൻ ഈസ് ബോറോഡ് ഫ്രം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫെഡറേഷൻ എന്ന കൺസെപ്റ്റ് ബോറോ ചെയ്തത്. ഫെഡറേഷൻ എന്ന കൺസെപ്റ്റ് ബോറോ ചെയ്തത് ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്? കാനഡയിൽ നിന്നുമാണ് ഫെഡറേഷൻ കടമെടുത്തിട്ടുള്ളത്. എവിടെ നിന്ന്? കാനഡയിൽ നിന്ന്. ബനാന റിപ്പബ്ലിക് എന്നാൽ എന്താണ്? എന്താണ് ബനാന റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺട്രീസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. രാജ്യത്തിൽ രാഷ്ട്രീയ അരാജകത്വമുള്ള രാജ്യങ്ങളെയാണ് ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്നത്. കൺട്രീസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതിനെയാണ് നമ്മൾ ബനാന റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം ക്ലോസ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രൈമ ഫേഷ്യ എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമ ഫേഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺ ദ ഫസ്റ്റ് വ്യൂ, ആദ്യത്തെ കാഴ്ചപ്പാട്, അതിനെയാണ് നമ്മൾ പ്രൈമ ഫേഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമ ഫേഷ്യ ഓൺ ദ ഫസ്റ്റ് റിവ്യൂ. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിച്ച് എനാക്റ്റഡ്, അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവെച്ച ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തപ്പോഴും എനാക്ട് ആയപ്പോഴും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സൈൻ ചെയ്തത്. എ പേഴ്സൺ ക്യാൻ അപ്ലൈ ഫോർ ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ ദ മിനിമം പീരീഡ് ഓഫ് 5 years. 5 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. 5 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇന്ത്യയിൽ പരമാധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യയിൽ പരമാധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പീപ്പിൾ, രാജ്യത്തിലെ ജനങ്ങളിലാണ് ഇന്ത്യയിലെ പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യയിലെ പരമാധികാരം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ദ പീപ്പിൾ. സെക്യുലറിസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്യുലറിസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വൽ സ്റ്റാറ്റസ് ഫോർ ആൾ റിലീജിയസ്. എല്ലാ ജാതിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും ഒരേ സ്റ്റാറ്റസ് നൽകുക എന്നതുകൊണ്ടാണ് സെക്യുലറിസം ഉദ്ദേശിക്കുന്നത്. സെക്യുലറിസം ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ എല്ലാ മതക്കാർക്കും ഒരേ സ്റ്റാറ്റസ്, അതാണ് സെക്യുലറിസം ഉദ്ദേശിക്കുന്നത്. സെക്യുലറിസം മീൻസ് ഈക്വൽ സ്റ്റാറ്റസ് ഫോർ ആൾ റിലീജിയൻസ്. ദ ഫസ്റ്റ് റിട്ടൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ദ ഫസ്റ്റ് റിട്ടൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കൂടാതെ ദ ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം USA ആണ്. ദ ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം USA ആണ്. ഹൗ മെനി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആർ ദെയർ ഇൻ ഇന്ത്യ?
ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളും എത്ര യൂണിയൻ ടെറിട്ടറീസും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറീസുമാണ് ഇന്ത്യയിലുള്ളത്. 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറീസും. ഹൗ മെനി ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂളേഴ്സ് ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ വെൻ ഇറ്റ് വാസ് ഒറിജിനലി പാസ്ഡ്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ് ബിക്കോസ് പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇന്ത്യയെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനും സെൻട്രലുമായിട്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയാണ്. ദ വേർഡ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 42ാമത്തെ അമെൻമെൻറ്റ് 1976. 1976 42ാം അമെൻമെൻറ്റിലാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന 3 വാക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ ചേർത്തത് 42ാമത്തെ അമെൻമെൻറ്റ് 1976. ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള സിറ്റിസൺഷിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള സിറ്റിസൺഷിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്ത്യയിലുള്ളത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വിച്ച് കൺട്രീസ് പാർലമെൻറ്റ് ഹാസ് ദ ലാർജസ്റ്റ് മെമ്പർഷിപ്പ്? ഏത് രാജ്യത്തെ പാർലമെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിലാണ്. അപ്പോൾ ചൈനയിലെ പാർലമെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 26 ജനുവരി 1950. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 26 ജനുവരി 1950. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഉത്തരം. ഇന്ത്യ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എ നാഷൻ വിച്ച് ഹാസ് ആൻ എലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് റിപ്പബ്ലിക്. ഒരു രാജ്യത്തിൻ്റെ ഹെഡിനെ നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമാണ് നമുക്ക് പറയാം. ഒരു രാജ്യത്തിൻ്റെ ഹെഡിനെ തിരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ റിപ്പബ്ലിക് ആണെന്ന് പറയാം. ദ കൺസെപ്റ്റ് ഓഫ് പ്രസിഡൻഷ്യൽ എലക്ഷൻ വാസ് ബോറോഡ് ഫ്രം അയർലൻഡ്. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഫ്രം വിച്ച് കൺട്രി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? USSRൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത്. എവിടെ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത്? USSRൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത്. ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ കേശവാനന്ദ ഭാരതി കേസിൽ നിന്നുമാണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ കേശവാനന്ദ ഭാരതി കേസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോർണർ സ്റ്റോൺ ഓഫ് ദ നാഷൻ വാസ് റിട്ടൺ ബൈ ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ കോർണർ സ്റ്റോൺ ഓഫ് ദ നാഷൻ വാസ് റിട്ടൺ ബൈ ഗ്രാൻവില്ല ഓസ്റ്റിൻ.